ഇന്നത്തെ കാലത്ത് വിവരങ്ങൾ അറിയാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളെയാണ്. എന്നാൽ ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഈ AI സംവിധാനങ്ങളെ കൃത്രിമമായി സ്വാധീനിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ റഷ്യ പുതിയൊരു തന്ത്രം പയറ്റുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തിങ്ക് ടാങ്കായ ഡെമോസ് നടത്തിയ പഠന റിപ്പോർട്ട് പ്രകാരം ഇന്റർനെറ്റിൽ തെറ്റായ വിവരങ്ങൾ കുത്തിനിറച്ച് AI മോഡലുകളെ വഴിതെറ്റിക്കുന്ന റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ വിഷബാധ എന്ന പുതിയ വിവര യുദ്ധരീതിയാണ് റഷ്യ പരീക്ഷിക്കുന്നത്. വെബിൽ വലിയ തോതിൽ തെറ്റായ അല്ലെങ്കിൽ പക്ഷാപാതപരമായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച് അവ ഉപയോഗിക്കുന്ന RAG സംവിധാനങ്ങൾ ആ വിവരങ്ങൾ വിശ്വസനീയമാണെന്ന് തെറ്റിദ്ധരിച്ച് മറുപടികളിൽ ഉൾപ്പെടുത്താൻ ഇടയാക്കുക. ആളുകൾ AI ചാറ്റ്ബോട്ടുകളെ വിശ്വസിക്കുന്ന പ്രവണത ഉപയോഗപ്പെടുത്തി തെറ്റായ വിവരങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത ലഭ്യമാക്കുക. യുദ്ധം, രാഷ്ട്രീയം, തെരഞ്ഞെടുപ്പ്, അന്താരാഷ്ട്ര ബന്ധങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഒരു പ്രത്യേക രാജ്യത്തിനോ ഭരണകൂടത്തിനോ അനുകൂലമായ കാഴ്ചപ്പാടുകളെ ശക്തിപ്പെടുത്തുകയും എതിർപ്പുകൾ ദുർബലമാക്കുകയും ചെയ്യുക. ശരിയായ വിവരങ്ങൾക്കൊപ്പം തെറ്റായ വിവരങ്ങളും കലർത്തി പ്രചരിപ്പിക്കുന്നതിലൂടെ ആളുകൾക്ക് സത്യം തിരിച്ചറിയുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുക. മനുഷ്യരെ മാത്രമല്ല, ഭാവിയിൽ വിവരങ്ങൾ കണ്ടെത്താനും സംഗ്രഹിക്കാനും ഉപയോഗിക്കുന്ന AI സംവിധാനങ്ങളെയും സ്വാധീനിച്ച് ദീർഘകാലത്തേക്ക് തെറ്റായ വിവരങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുക എന്നിവയാണ് ഈ തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അതേസമയം ഇന്റർനെറ്റിലെ വിവരങ്ങൾ കൃത്രിമമായി രൂപപ്പെടുത്തിയെടുത്ത് AI മോഡലുകൾ വഴി തെറ്റായ അവകാശവാദങ്ങൾ പെരുപ്പിച്ചു കാട്ടുന്ന രീതിയാണ് RAG വിഷബാധയിലൂടെ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തിയ റഷ്യൻ ഔട്ട്ലെറ്റായ ഫൗണ്ടേഷൻ ടു ബാറ്റിൽ ഇൻജസ്റ്റിസ് എന്ന സംഘടനയെക്കുറിച്ച് ചില മുൻനിര AI ടൂളുകൾ അനുകൂലമായ വിവരങ്ങൾ നൽകിയതായി ഡെമോസ് കണ്ടെത്തി. 2021 മാർച്ചിൽ വാഗ്നർ ഗ്രൂപ്പ് സ്ഥാപകൻ യവ്ജനി പ്രിഗോഷിൻ രൂപീകരിച്ച ഈ വ്യാജ മനുഷ്യാവകാശ ഗ്രൂപ്പ് റഷ്യൻ ഭരണകൂടത്തിന്റെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു മുന്നണിയായാണ് പ്രവർത്തിക്കുന്നത്. എങ്കിലും പരിശോധനയിൽ 31% AI പ്രതികരണങ്ങളും ഈ സംഘടനയെ അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നും പകുതിയോളം പേർ അതിന്റെ അവകാശവാദങ്ങൾ പൊളിച്ചെഴുതിയെന്നും തിങ്ക് ടാങ്ക് വ്യക്തമാക്കുന്നു. AI സാങ്കേതിക വിദ്യ ജനങ്ങളുടെ പ്രാഥമിക വിവര സ്രോതസ്സുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചില രാജ്യങ്ങളെങ്കിലും ഇത്തരം സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നത് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. സർക്കാർ പിന്തുണയോടെയുള്ള തെറ്റായ വിവരങ്ങൾ തിരിച്ചറിയാനും അവയ്ക്ക് കൃത്യമായ ലേബലുകൾ നൽകാനും AI കമ്പനികൾ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ബ്രിട്ടീഷ് ഷാഡോ ടെക്നോളജി സെക്രട്ടറി ജൂലിയ ലോപ്പസും AI മന്ത്രി കനിഷ്ക നാരായണനും ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം AI സാങ്കേതിക വിദ്യകൾ വ്യാപകമാക്കുന്നതിനനുസരിച്ച് വിവരയുദ്ധത്തിന്റെ രീതികൾ മാറുകയാണ്. പരമ്പരാഗതമായി മനുഷ്യരെ ലക്ഷ്യമിട്ടിരുന്ന വ്യാജ പ്രചാരണങ്ങൾ ഇപ്പോൾ AI സംവിധാനങ്ങളെയും ലക്ഷ്യമിടുന്നതായാണ് ചില ഗവേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലൂടെ AIയുടെ മറുപടികളിൽ തെറ്റായ വിവരങ്ങൾ കടന്നുകയറാനും അവ കൂടുതൽ വിശ്വാസ്യതയോടെ പ്രചരിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് AI ഡെവലപ്പർമാരും ഗവേഷകരും സർക്കാരുകളും ഈ ഭീഷണിയെ നേരിടാൻ ശക്തമായ പരിശോധനാ സംവിധാനങ്ങളും വിശ്വസനീയമായ വിവര സ്രോതസ്സുകളും വികസിപ്പിക്കേണ്ടതുണ്ട്. അതേസമയം ഇത്തരം റിപ്പോർട്ടുകൾ ഒരു പ്രത്യേക രാജ്യത്തെയോ സംഘടനയെയോ കുറിച്ചുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവയുടെ തെളിവുകളും സ്വതന്ത്ര പരിശോധനകളും കൂടി പരിഗണിക്കേണ്ടത് പ്രധാനമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.